ഈ വിസയ്ക്ക് പ്രധാനമായിട്ടും 3 തരം ചെലവുകളാണുള്ളത്. വിസ അപേക്ഷാ ഫീസ് 319 പൗണ്ടാണ്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സർചാർജ് എന്ന് പറയുന്നത് 1552 പൗണ്ടാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്ക് ബാലൻസ് കാണിക്കണം 2530 പൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസ് ആരും ഉണ്ടായിരിക്കരുത് നിർബന്ധമുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ 18-30 വയസ്സിനിടയിൽ ആളാണെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുട്ടികളോ ആരും ഇന്ത്യയിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ട്. പിന്നെ ഇന്ത്യക്കാരാണെങ്കിൽ വേറെ സംഭവം കേട്ടോ. നിങ്ങൾ TB റിസൾട്ട് എന്തായാലും മസ്റ്റായിട്ട് കാണിച്ചിരിക്കണം. UK വരുന്ന സമയത്ത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എങ്കിലും പറയുകയാണ്. അത് എടുത്ത് പറയേണ്ട കാര്യമില്ലെങ്കിൽ കൂടി അത് ഹെൽത്ത് കെയർ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ TB ചെക്കപ്പ് മസ്റ്റാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള കുറച്ച് രാജ്യങ്ങളെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ, TB ഉള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞ്. ക്ഷയരോഗം അപ്പോൾ നമ്മൾ UK വരുന്ന സമയത്ത് തീർച്ചയായിട്ടും TB ടെസ്റ്റ് എടുത്തിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. പിന്നെ പോലീസ് റിപ്പോർട്ട് ക്ലിയറൻസ് വേണം, DBS ചെക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ്. സ്കീം പ്രകാരം 3000-ഓളം യുവാക്കൾക്കാണ് UK വരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ 3000-ൽ മോസ്റ്റ് സീറ്റ്സും ഈ ഒരു ഫെബ്രുവരി ബാലറ്റിലാണ് അവർ എടുക്കുക. 2400-2500-ഓളം ആൾക്കാർ ഈ ഒരു ബാലറ്റിൽ എടുക്കാൻ സാധ്യതയുണ്ട്. ബാക്കി വരുന്ന 500-600 പേരെയാണ് അടുത്ത ജൂലൈ ബാലറ്റിൽ എടുക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു ബാലറ്റിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താഴെ കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫുൾ വീഡിയോ കാണുക.